ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവരും എൻ്റെ തംബ്ലൈൻ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ സ്പോർട്ട് റുസീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്പോർട്ട് റുസീനെ കുറിച്ചിട്ടൊക്കെ പറയാമെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ സ്പോർട്ട് റുസീനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയായിട്ടാണ് വരുന്നത്. അതായത് ഒരു തമാശ ആ രൂപമാണ് വരുന്നത് കേട്ടോ. ഞാൻ സ്പോർട്ട് റുസീനെ ഇടുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു 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 ഒരുമാതിരി ഫീൽ എന്നൊക്കെ പറയില്ലേ, ടെൻഷനൊക്കെ ആയിട്ടൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ റിസൈനെ കൊണ്ടിട്ട് ഇറങ്ങിപ്പോന്നെ. ഇന്നിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരു 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 ചിരി ഒരു കോമഡി ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്പോർട്ട് റിസൈനെ കുറിച്ച് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, റെസിഗ്നേഷൻ ഇട്ടുന്ന സമയത്ത് നമുക്ക് ഓരോ കമ്പനിക്കും ഓരോ റൂളാവും ഉണ്ടാവുക. അതായത് ചില കമ്പനിയൊക്കെ 6 മാസം, 3 മാസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 1 മാസം, അങ്ങനെയൊക്കെയാണ് നോട്ടീസ് പീരീഡ് ഒക്കെ തരിക. അപ്പൊ ഞാൻ അതിനൊന്നും നിൽക്കാതെയാണ് ഫസ്റ്റ് ഞാൻ റിസൈനൊക്കെ ഇട്ടിട്ട് വന്നത്. ആ സമയത്ത് ഞാൻ റിസൈൻ ഇടുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് പറയണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് നിനക്ക് ഇനിയിപ്പോൾ ഇൻഫോ പാർക്കിലൊക്കെ ജോലി കിട്ടുമോ, അവിടുത്തെ ഒരു കൾച്ചറും രീതിയും ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നമ്മുടെ കരിയറിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിനക്കൊന്ന് പിടിച്ചു നിന്നൂടെ ചോദിക്കും. അതിപ്പോ ഏത് പേരന്റ് ആണെങ്കിലും ചോദിക്കും. ഫസ്റ്റ് നമ്മള്, അതായത് ഒരു ദിവസം വീട്ടിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറയും ഞാൻ ഇറങ്ങിയിട്ടോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു ഒരു എന്താ പറയാ, ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ റിസൈൻ ഇടുകയാണ്, എനിക്ക് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും ഞെട്ടിപ്പോയി. അവരെന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ, പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ റിസൈൻ ഇടുകയാണ്, ഇപ്പൊ എവിടെ ഇറങ്ങാന്ന് പറയുമ്പോൾ അവരെന്ന് പറയാനാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അതായത് എൻ്റെ ഒരു രീതി വെച്ചിട്ട്, എൻ്റെ അല്ല, ഏതൊരു എംപ്ലോയിയുടെ ഒരു ആഗ്രഹം എന്താ, നമ്മളെ എന്താ പറയാ, കൂടെ ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയില്ലേ, അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കാൻ പഠിക്കണം മനുഷ്യന്മാരും. ആ ഒരു തിയറി എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. ഞാൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടൊന്നും വലിയ പ്രയോജനവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു ബാഡ് ഇമ്പാക്റ്റേ ഉണ്ടാക്കുള്ളൂ ഞാൻ നെഗറ്റീവായിട്ട് പറയുമ്പോൾ. അപ്പോൾ ഇതൊരു പേഴ്സണൽ റീസണിൽ ഞാൻ റിസൈൻ ഇട്ടു എന്നുള്ള രീതിയിലൂടെ കിട്ടുന്നോട്ടെ. നമ്മൾ വെറുതെ ആ ഒരു നെഗറ്റീവൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ, അതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പേഴ്സണൽ റീസണായിട്ട് ഞാൻ സ്പോർട്ട് റിസൈൻ ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ ഈ സ്പോർട്ട് റിസൈൻ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്പോർട്ട് റിസൈൻ ഇടുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് വല്ല ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കണം, ക്ലിയറൻസ് കൊടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് 50,000 രൂപയായിരുന്നു എനിക്ക് ബോണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെക്ക് ലീഫൊക്കെ അവിടെ വാങ്ങിച്ചു. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബാണ്, അതായത് 21ാമത്തെ വയസ്സിൽ, 22ാമത്തെ വയസ്സിലൂടെയാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ചെക്ക് ലീഫ് അല്ലേ, എത്ര എണ്ണം വേണം, ആ ഒരു മൈൻഡാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ലീഫ് തരാം, പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെക്കൊക്കെ എഴുതി സൈനൊക്കെ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് റിസൾട്ട് കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായി, അവരെന്തോ പൈസ വേണമെന്ന് പറയുന്നുണ്ട് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു എന്തിനു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ബോണ്ടൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞു നീ കൊടുക്കൊന്നും വേണ്ട, നീ റിസൾട്ട് പോകുന്നല്ലേ, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ, ഞാനേ ഇങ്ങനെ ചെക്ക് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പനോട് ചോദിച്ച ചോദ്യമാണ്, നീ ആരോട് ചോദിച്ചിട്ട് ചെക്ക് കൊടുത്തേ? അതായത് നമ്മുടെ റൂൾ പ്രകാരം ഒരു ബോണ്ട് വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞോട്. ചെക്ക് ലീഫ് ഒന്നും സൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നീ ആരോട് ചോദിച്ചിട്ട് ചെയ്തു ചോദിച്ചു. എനിക്കെന്ത് ചെക്ക് ലീഫ്, ഞാനും ഒരെണ്ണം, നമുക്കൊരു ചെക്ക് ലീഫ് കൊടുത്തില്ല, അതിൽ കുറെ ചെക്ക് ലീഫ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഇതായിരുന്നു എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇതിനെ കുറിച്ച് ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്തിൽ നമുക്ക് ഓരോരോ ലെസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികം അല്ലേ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് എനിക്കതൊക്കെ ഓരോരോ ലെസൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഈ ഒരു പൈസ കൊടുക്കണ്ടേ, ആര് കൊടുക്കും? അപ്പോൾ ഞാൻ നേരെ സിയോനെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ആള് പറഞ്ഞു വരൂ. ആള് ക്യാബിനിലേക്ക് കൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു എമൗണ്ട് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇന്നത് കാരണം റിസൈൻ ഇട്ടിട്ട് പോണേന്നൊക്കെ സംസാരിച്ചപ്പോൾ ആള് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ആള് നല്ല മനുഷ്യനായതുകൊണ്ട്. ഇവിടുത്തെ ഓഫീസിലേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് എന്നുള്ള രീതിയിലല്ല ആ ഒരു എമൗണ്ടിന് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മളൊരു എംപ്ലോയിക്ക് ഇത്ര മന്ത് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും. അതായത് ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുമോ ഏതൊരു ഓഫീസിലുണ്ടായിരിക്കും. ആ ഒരു ഡ്യൂറേഷനിൽ, അതായത് ആ ഒരു എന്താ പറയുക ട്രെയിനിങ് പീരീഡിൽ ആ ഒരു എംപ്ലോയിക്ക് ചിലവാക്കിയ എമൗണ്ട് ആണ് ഈ ഒരു 50,000 എൻ്റെ ഓഫീസിൽ. അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് ചിലവാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ട്രെയിനിങ് തരുന്ന പീരീഡിൽ നമുക്കുള്ള പ്രസൻറ്റേഷൻ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ മാസ്റ്റർക്കൊക്കെ നമ്മളിങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കും. അതായത് അവരുടെ സാലറി അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ടൈം, അവരുടെ നെറ്റ് ഫീ, അങ്ങനെ കുറേ സംഭവം കൂട്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അതൊരു പാക്കേജാണ് അതിൻ്റെ. അങ്ങനെയാണ് ബോണ്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്കത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഞാനൊക്കെ സീനിയറിനൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല സമയമാ തോന്നുന്നു എനിക്കതൊക്കെ ക്ലിയറൻസ് ചെയ്ത് കിട്ടി. കാരണം മുന്നുള്ള എംപ്ലോയീസൊന്നും അങ്ങനെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. എനിക്കത് ക്ലിയറൻസ് കിട്ടി, ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞാൻ റിലീവ് ലെറ്ററൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്താ പറയുക ദൈവം സഹായിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് വേറെ ജോലി കിട്ടി. അത് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ റിലീവ് ലെറ്റർ ചോദിച്ചപ്പോൾ അവർ തന്നില്ല. കാരണം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സ്പോട്ട് റിസൈഗ്നേഷൻ ആയ കാരണം അതൊന്നും തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എനിക്ക് റിലീവ് ലെറ്റർ തന്നിട്ടില്ല, അതുപോലെ സർട്ടിഫിക്കറ്റ്, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല, അതുപോലെ തന്നെ പേ സ്ലിപ്പ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല അവിടുന്ന്. ഇതൊന്നും ഇല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല നമുക്ക് എവിടുന്ന് ജോലി കിട്ടുന്ന രീതിയായി എനിക്ക്. അപ്പോൾ എന്താ പറയുക, പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇവിടെ വർക്ക് ചെയ്തൊരാള്, പേരൊന്നും പറയുന്നില്ലേ, വർക്ക് ചെയ്തൊരാള് 5 year എക്സ്പീരിയൻസ്, അതായത് 5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. ആളെ എബ്രോഡ് പോയി ആൾക്ക് ജോബ് കിട്ടി. ജോലി കിട്ടിയിട്ട്, അതായത് UAE ക്ലെയിംസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ജോലി കിട്ടിയിട്ട് എന്താ പറയുക ഓഫർ ലെറ്ററൊക്കെ കിട്ടിയിട്ട് ആൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് ഞങ്ങളുടെ ഈ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ, UAE കൺട്രീസിൽ ഭയങ്കര വാല്യൂ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന്. കാരണം അവിടുത്തെ ജോബാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ പ്ലേസ്ഡ് ആവുന്ന സമയത്ത് ഇങ്ങനത്തെ എൻക്വയറി ഉണ്ടായിരിക്കും. അങ്ങനെ വിളിച്ച് എൻക്വയറി ചെയ്തപ്പോൾ ഇവിടുന്ന് പറഞ്ഞു അയാൾക്ക് ജോലി കൊടുക്കണ്ട, നിങ്ങൾ ആലോചിക്കണം, ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ആളിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ജോലി കൊടുക്കണ്ട, കാരണം ഇവിടുന്ന് റിസൈൻ ഇട്ടിട്ട് എബ്രോഡ് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ല ജോലി നോക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലി ആൾക്ക് അവിടെ കിട്ടിയില്ല. ആ ഒരു എന്താ പറയുക വിസിറ്റിംഗ് വിസ കഴിഞ്ഞിട്ട് ആൾ റിട്ടേൺ നാട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. നാട്ടിൽ ജോലി അന്വേഷിക്കുന്ന സമയത്താണ് എന്നോട് കോൺടാക്ട് ചെയ്തത്, നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും വാക്കൻസീസ് വരികയാണെന്ന് പറയണത്, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഞാൻ 5 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലാത്തൊരവസ്ഥയായി എന്നൊക്കെ പറഞ്ഞു. സത്യം പറയാലോ, അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താണെന്നറിയോ, എനിക്ക് അങ്ങനെ ആയില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 2-3 കൊല്ലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ പുറത്ത് പോയിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ട് ഇന്ന റീസൺ കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായില്ല. എനിക്ക് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ വേറെ ജോലി കിട്ടിയത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു ഓഫീസിലൊന്നല്ല, പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. ഞാൻ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ നല്ലൊരു ഓഫീസിൽ തന്നെയാണ് ഞാൻ കയറിയത്. അതും കയറിയത് ഇൻഫോ പാർക്കിൽ തന്നെയാണ്. അത് മാത്രമാണ് ഒരു പ്രശ്നം. ഞാൻ നമ്മളെങ്ങനെ എവിടെ പോയാലും നമ്മുടെ നേരിൽ കൂടെ ഉണ്ട് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ജോലി നോക്കിയാലും അവസാനം എന്താ പറയുക, ഇൻഫോ പാർക്കിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് കിട്ടി എനിക്ക് ഇൻഫോ പാർക്കിൽ തന്നെ. ഞാനിങ്ങനെ എൻക്വയറി ചെയ്യും, ഇടയ്ക്കിവിടെ വേക്കൻസി ഉണ്ട്, അത് വേക്കൻസി ഉണ്ട്, അതൊക്കെ ചെന്നപ്പോയിട്ട് അവസാനം ഇൻഫോ പാർക്കിലാണ്. ഞാനിങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ടൊന്നല്ല, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നോക്കും, ഇന്ന ഒരു സംഭവത്തിന് അവിടെ വേക്കൻസി ഉണ്ടോ. അവിടുന്ന് കോൾ വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടുന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുക അത് ഇൻഫോ പാർക്കിലാണ്. അങ്ങനെ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്കിലാണ്. ഞാൻ ഇപ്പം എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്, അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ റൂമിനകത്താണ് ഇപ്പോൾ ഈ സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, എനിക്കിപ്പോൾ ആ രണ്ടാമത്തെ ജോലിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും. അപ്പോൾ കൂടിയിട്ടാകുമ്പോൾ നല്ല നീണ്ടു പോകും. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇവിടുന്ന് റിലീവ് ലെറ്ററോ കാര്യങ്ങളൊന്നും കിട്ടില്ല, ഈവൻ ഒരു പേ സ്ലിപ്പും കൂടിയും കിട്ടാതെയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ റിസൈൻ ഇടാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ 6 മാസത്തെ പേ സ്ലിപ്പ് വാങ്ങിയെടുത്ത് വെക്കുക, 6 month പേ സ്ലിപ്പ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ 3 മാസം
റീസെൻ്റ് ആയിട്ടുള്ള 3 മാസമൊക്കെ എടുത്ത് വെക്കുക. കാരണം നമ്മൾ റിസൈൻ ഇട്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് എടുത്ത് വെക്കുക. പിന്നെന്താ പറയുക, സ്പോട്ട് റിസൈൻ ഇടുന്ന സമയത്ത് കുറേ എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം നോട്ടീസ് പീരീഡിൽ നിൽക്കുക. പിന്നെന്താ പറയുക, ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിലെ എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ള കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവില്ലേ, അതായത് ഞാൻ റിസൈൻ ഇടാൻ ഉണ്ടായിട്ടുള്ള റീസണൊക്കെ ഇല്ലേ, ആ ഒരു റീസണോടും ആ ഒരു എന്താ പറയുക എംപ്ലോയീസിനോടും സത്യം പറഞ്ഞാൽ അപ്പം താങ്ക് യു ആണ് പറയുന്നത്. ബിക്കോസ് ഞാൻ അവിടുന്ന് നല്ലൊരു കമ്പനിക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്തു. എനിക്ക് മുന്നേ വർക്ക് ചെയ്തിരുന്ന ഓഫീസിനെക്കാട്ടിയും നല്ല പാക്കേജ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് കുറേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും അല്ലെങ്കിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടും കെയർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും. ആ തീരുമാനങ്ങൾ എന്നെ എവിടെയും കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിച്ചിട്ടില്ല എന്നുള്ളതും ഒക്കെ. അതായത് എനിക്കുണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസും അതിൻ്റെ ലെസൺ ആക്കിയിട്ട് ഞാൻ അതിന്ന് കുറേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത്. എന്താ പറയുക, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അതൊക്കെ അന്നത്തെ ഒരു റീസണിൽ ഞാൻ സ്പോട്ട് റിസൈൻ ഇട്ടിട്ട് വരാനുള്ള കാരണം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ഒരു ഓഫീസിൽ സ്റ്റിൽ ഇപ്പോഴും ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്കൊരു ലോഗും കാര്യങ്ങളും ഇല്ല. ആ ഇൻഫോ പാർക്ക് ഫേസ് 2-നകത്ത് ജ്യോതിർമയ ബിൽഡിങ്ങിനകത്ത് 8th ഫ്ലോറിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സത്യം പറയാന്നുണ്ടെങ്കിൽ അന്നത്തെ എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എൻ്റെ വിഷൻസും ഗോളും എല്ലാം അത് മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണുന്ന ഡ്രീമും എനിക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ഥലവും ഞാൻ ആലോചിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവല് സംഭവങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളതൊക്കെ. എനിക്കതൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവരോട് മാത്രമാണ് താങ്ക് യു പറയുന്നത്. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സ്പോട്ട് റിസൈൻ ഇട്ടിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു കരിയർ ഒരു കോർപ്പറേറ്റ് ലൈഫ് എല്ലാം ഒന്ന് മനസ്സിലാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു. അത് മാത്രമാണ് ഈ നിമിഷത്തിലേക്ക് പറയുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കരിയർ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. എനിക്ക് എങ്ങനെ പോകണമെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. എൻ്റെ ഗോൾ അറിയാം. എന്താ പറയുക, അതൊക്കെ എനിക്ക് സക്സസ് ചെയ്യാനുള്ള വഴികൾ അറിയാം. അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടുന്നാണ്, ഈ ഒരു എന്താ പറയുക തീരുമാനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ട് റിസൈൻ നിന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സ്പോട്ട് റിസൈൻ സ്റ്റോറി. അപ്പോൾ എന്താ പറയുക, ആരെങ്കിലൊക്കെ സ്പോട്ട് റിസൈൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് വെച്ച ശേഷം മാത്രം സ്പോട്ട് റിസൈനൊക്കെ ഇടുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.